ശരിക്കും ടെക്നിക്കലി സ്പീക്കിംഗ് ഈ രാമൻ ദൈവമല്ല, ശ്രീകൃഷ്ണൻ ദൈവമല്ല. ഇവരെ വിളിക്കുന്ന പേര് അവതാർ എന്നാണ്. അവതാരം, ഇൻകാർണേഷൻ ആണ്. ദൈവം യഥാർത്ഥത്തിൽ വിഷ്ണുവാണ്. മഹാവിഷ്ണുവിന് 10 അവതാരങ്ങൾ: മത്സ്യ, കൂർമ്മ, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, രാമൻ, ബലരാമൻ, കൃഷ്ണൻ, കൽക്കി. അപ്പം ഇതിൽ ഒരുപാട് വൈവിധ്യമുണ്ട്. ബ്രഹ്മം അത് വേറൊരു കോൺസെപ്റ്റാണ്. അതായത് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാര് ത്രിമൂർത്തികളാണ്. ഇതേപോലെ ദേവിയുടെ ഒരു സ്കീമുണ്ട്. അവർ പറയുന്നത് ദേവിയാണ് എല്ലാം പ്രധാനം, മാതാവാണ് പ്രധാനം, ത്രിമൂർത്തികൾ ഉണ്ടാവുന്നത് ദേവിയിൽ നിന്നാണെന്നാണ് അവരുടെ ക്ലെയിം. വിഷ്ണു ഭക്തർ പറയുന്നത് മഹാവിഷ്ണുവാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. ഒരു കാലത്ത് ഹാർമണൈസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ ബ്രഹ്മാവ് സൃഷ്ടി, വിഷ്ണു പരിപാലനം, ശിവൻ സംഹാരം എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റ് കൂടാതെയാണ് ഉപനിഷത്തിലും വേദാന്തത്തിലുള്ള പരബ്രഹ്മം. സിമിലർ ടു ടെക്നിക്കലി പറയുകയാണെങ്കിൽ 2-3 തരത്തിലുള്ള ദൈവസങ്കല്പമുണ്ട്. ഒന്ന് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും മുമ്പോട്ട് വെക്കുന്ന മോണോതീസം, ഏകദൈവ വിശ്വാസം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ, യാഹ്വേ അല്ലെങ്കിൽ യഹോവ. ഇതിനോട് സിമിലർ ആണ് ഖുറാനിലെ അല്ലാഹു, അൽ ഇലാഹ് എന്ന വാക്കി എന്ന് പറയുന്ന അല്ലാഹു. ഇതിനോട് തത്തുല്യമല്ല രാമനും കൃഷ്ണനും. അതിനോട് പിന്നെയും തത്തുല്യം എന്ന് പറയാൻ കഴിയുന്നത് ഒരുപക്ഷെ വിഷ്ണു തത്തുല്യമാണെന്ന് പറയാം, ഒരുപക്ഷെ ശിവൻ തത്തുല്യമാണെന്ന് പറയാം, കുറെ കൂടെ ബ്രഹ്മം തത്തുല്യമാണെന്ന് പറയാം. ബ്രഹ്മവാദം മോണിസമാണ്, ഏക തത്വവാദമാണ്. മോണോതീസം എന്ന് പറഞ്ഞാൽ ഏകദൈവവാദം. പോളിതീസമാണ് ബഹുദൈവവാദം.